നോർത്ത് ഈസ്റ്റ് ഭാഗം അതാണ് കിണറിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം. നമ്മുടെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ മീനം രാശി, അവിടെ കിണറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുമെന്നും നമ്മുടെ അക്കൗണ്ടിൽ പൈസ നിലനിൽക്കുമെന്നും വാസ്തുവിൽ പറയുന്നു. ആ കിണർ അവിടെ നിന്നും മാറി അഗ്നികോണിലാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കടബാധ്യതയും ഉണ്ടാവുമെന്ന് വാസ്തുവിൽ പറയുന്നു. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടന്റ് ആയ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്തേ. കിണർ പണിയുമ്പോൾ അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും അതുപോലെ സാമ്പത്തിക ഉന്നമനത്തിനും ഒരുപാട് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്. അതിൽ ശരിക്കും എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഒരു വീടിന്റെ കിണർ ആ വ്യക്തിയെ സമ്പന്നതയിലേക്ക് കൊണ്ടുവരാനും വലിയ കടബാധ്യതയിലേക്ക് കൊണ്ടുപോകാനും ആ ഒരു കിണർ കൊണ്ട് സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥാനമുണ്ട്. ആ സ്ഥാനത്താണ് ആ കിണർ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി കിണർ തരും. അതല്ല, കിണർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കടക്കാരനാക്കാനും കിണർ മതി. അപ്പൊ നമ്മൾ ഒരു വസ്തുവിൽ എവിടെ കിണർ വേണം, സ്ഥാനം മാറി കിണർ എവിടെയൊക്കെ വന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. നോർത്ത് ഈസ്റ്റ് ഭാഗം അതാണ് കിണറിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ മീനം രാശി, അതായത് നോർത്തും ഈസ്റ്റും കൂടെ കൂടിച്ചേരുന്ന കോർണർ, അവിടെയാണ് കിണറിന്റെ സ്ഥാനം. അവിടെ കിണർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുമെന്നും നമ്മുടെ അക്കൗണ്ടിൽ പൈസ നിലനിൽക്കുമെന്നും വാസ്തുവിൽ പറയുന്നു. ആ കിണർ അവിടെ നിന്നും മാറി മറ്റേ മൂലയായ സൗത്ത് ഈസ്റ്റ് കോർണർ, അതായത് അഗ്നികോണിലാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കടബാധ്യതയും ഉണ്ടാവുമെന്ന് വാസ്തുവിൽ പറയുന്നു. ഇത് ഈ നമ്മൾ കിണറിനെ പറ്റി എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, അതേ രീതി തന്നെയാണ് ബോർവെൽ. ഈ ബോർവെല്ലും കിണറും ഒരേ റിസൾട്ടാണ് തരുന്നത്. ഗുണമെങ്കിൽ ഗുണം, ദോഷമെങ്കിൽ ദോഷം. അപ്പോൾ ബോർവെൽ കിണറിനെ നമ്മൾ ഏത് രീതിയിൽ കാണുന്നു അതേ രീതിയിൽ തന്നെ ബോർവെല്ലിനെയും കാണണം. അതേപോലെ തന്നെ സമ്പ്, നമ്മൾ ഭൂമിക്ക് അടിയിൽ വെള്ളത്തിന്റെ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനെയും ഈ രീതിയിൽ പരിഗണിക്കണം. അപ്പോഴത്തേക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്തും അത് പാടില്ല. അടുത്ത നമുക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദിക്കെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്, അതായത് കന്നിമൂലയാണ്. കന്നിമൂല ഭാഗത്ത് കിണർ വരികയാണെങ്കിൽ വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുകയും വീട്ടിൽ പൊതുവെ എന്ത് കാര്യത്തിനും പ്രശ്നങ്ങളായിരിക്കും. അവിടെ കടബാധ്യതകൾക്കും ഒക്കെ അത് കാരണമായി തീരും. അതുപോലെ മറ്റ് കുറച്ച് അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ അത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അടുത്തൊരു ഡയറക്ഷൻ ആണെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് കിണർ വന്നു കഴിഞ്ഞാൽ അത് ഗൃഹനാഥന്റെ ഡയറക്ഷനാണ്. മനസ്സിലായില്ലേ? ഫുങ്ഷു പ്രകാരം അത് ഗൃഹനാഥന്റെ ഡയറക്ഷനാണ്. അപ്പൊ ഗൃഹനാഥന്റെ ഡയറക്ഷൻ മലിനപ്പെടുമ്പോൾ ഗൃഹനാഥനെ അത് ബാധിക്കും. അത് ഒത്തിരി വാസ്തു പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറയും. ബന്ധുക്കളിലും അയൽക്കാരിലും ഡെയിലി വരുമാനമില്ല എന്നീ പ്രശ്നങ്ങൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണർ മൂലം ഉണ്ടാവും. ഇത് കിണർ ആയാലും ശരി തന്നെ, സമ്പായാലും ശരി തന്നെ, അത് തന്നെ ബോർവെൽ ആയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. സോറി, ഫുങ്ഷു പ്രകാരം അത് ഓരോ ദിക്കിൽ വരുമ്പോൾ ഓരോരുത്തരെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അതിന് നമുക്ക് ഉള്ള കിണറിനെ മൂടുക അല്ലാതെ നമുക്ക് വേറെ പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ? പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ദിക്ക് മാറി വന്നാക്കുന്ന കിണറുകളെ യഥാവിധി മൂടുക. എങ്ങനെയെങ്കിലും മൂടിയിട്ട് കാര്യമില്ല, യഥാവിധി മൂടുകയും എന്നിട്ട് കറക്റ്റ് സ്ഥലത്ത് കിണറെടുക്കുക, ഈശാനത്തിൽ കിണറെടുക്കുക, എന്നിട്ട് മറ്റുള്ള സ്ഥലത്ത് കിണർ യഥാവിധി മൂടുകയാണ് ചെയ്യേണ്ടത്. തീരെ നിവർത്തിയില്ലാത്ത ചില സ്റ്റേജുകളിൽ ആ വീടിന്റെ മറ്റു ചില കണക്കുകൾ എടുത്തുകൊണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യും. അത് ഓരോ വീട്ടിലും ചെന്ന് നോക്കിയതിനു ശേഷമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതൊരു ഫ്ലാറ്റ് ആണെങ്കിലും അങ്ങനെയാണല്ലേ? ഫ്ലാറ്റ് വിസിറ്റ് ചെയ്ത് അത് ആണ് നമുക്ക് ഫ്ലാറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായി? വീടിനാണല്ലോ കൂടുതലായിട്ട് ഇത് എഫക്ട് ചെയ്യുന്നത്. ഫ്ലാറ്റ് എന്ന് പറയാൻ എഫക്ട് ചെയ്യില്ല എന്നല്ല, ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ ആയിരിക്കും. അപ്പോഴത്തേക്കും അതിന്റെ ഇന്ന ദിക്കിൽ ഇത് വരണമെന്ന് നിർബന്ധം ഇല്ല. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ഫംഗ്ഷയുടെ എലമെന്റുകൾ ഉപയോഗിച്ചിട്ടൊക്കെ അതിനെ പരിഹാരം കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കൺസൾട്ടേഷൻ ആണ് ഏറ്റവും നല്ലത്. അപ്പം ഒരു ഫുങ്ഷുയി കൺസൾട്ടന്റിനെ കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങൾ വീട് പണിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒരുപക്ഷെ നമ്മൾ തീരെ ശ്രദ്ധ കൊടുക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നമ്മൾ മെൻഷൻ ചെയ്ത് പോയത്. അപ്പോൾ ഇതേപോലെ ഒത്തിരി അത് ചെറിയ ഡൗട്ട് ആണെങ്കിൽ കൂടി നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമുക്കത് എപ്പിസോഡിൽ ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് മിസ്സാവാതെ കാണുക. സാറിനെയും കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.